വീണ്ടും ജീവനെടുത്ത് കാട്ടാന പൂപ്പാറയിൽ കാട്ടാനാക്രമത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു. ബോഡിനായ്ക്കണ്ണൂർ സ്വദേശി ഒച്ചുതേവരാണ് മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് അനീഷ്, തലക്കുളം എസ്റ്റേറ്റിലാണ് ആക്രമണം ഉണ്ടായതായി അറിയാൻ കഴിയുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനക്കനിയിൽ ഒരു ജീവൻ കൂടി കവർന്നെടുത്തിരിക്കുകയാണ്. അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതായത് പൂപ്പാറയ്ക്കും തലക്കുളത്തിനും ഇടയിലുള്ള തലക്കുളം എസ്റ്റേറ്റിന് സമീപത്താണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം നടന്നത്. ബോഡിനായ്ക്കന്നൂർ, തമിഴ്നാട് തേനി ജില്ലയിലെ ബോഡിനായ്ക്കന്നൂർ സ്വദേശിയായിട്ടുള്ള ഒച്ചുതേവരാണ് ഇപ്പോൾ മരണമടഞ്ഞിട്ടുള്ളത്. അതായത് കാട്ടാനക്കൂട്ടം മേഖലയിൽ ഉണ്ടെന്ന് രാവിലെ തന്നെ RRT സംഘം, റാപ്പിഡ് റെസ്പോൺസ് ടീം മേഖലയിലെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് മേഖലയിൽ തോട്ടങ്ങളിലെ പണികളൊക്കെ തന്നെ നിർത്തിവെച്ചിരുന്നു. ഇന്ന് അവധിയായതിനാലാകാം തോട്ടത്തിൽ മരുന്നടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹം ഈ തോട്ടത്തിലേക്ക് പോയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്താണെങ്കിലും കാട്ടാന മേഖലയിലുണ്ട് ആളുകൾ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും പാലിച്ചില്ല എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്താണെങ്കിലും കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരം. ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ബഹളം വെച്ച് സ്ഥലത്തെത്തുകയും ആനകളെ ഇവിടെ നിന്ന് മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. ഇതിനുശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതായത് ഈ ചിന്നക്കനാലിലെ ഒരു ടെറിട്ടറി നമുക്കറിയാം, ഏകദേശം 17ഓളം ആനകളാണ് ഇവിടെ ഉള്ളത്. ഈ ആനകളെല്ലാം തന്നെ കൂട്ടം തിരിഞ്ഞൊക്കെ തന്നെയാണ് നടക്കുന്നത്. 3 ആനകളുടെ കൂട്ടം, 6 ആനകളുടെ കൂട്ടം, ചക്കക്കൊമ്പനോടൊപ്പം 4 ആനകൾ, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ആനകൾ നടക്കുന്നത്. ഈ മേഖലയിലേക്ക് ഇത് വിവിധ മേഖലകളിലായിരിക്കും ആനകൾ ഉണ്ടായിരിക്കുക. അതായത് വിവിധ സമയങ്ങളിൽ ആനകൾ ഡാമിലെത്തി വെള്ളം കുടിച്ച ശേഷം ഈ ആനകൾ വിവിധ മേഖലകളിലേക്ക്, വിവിധ താരകളിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ തിരിഞ്ഞ ബിയൽറാം ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുള്ള ആനകളാണ് ഈ തലക്കുളം ഭാഗത്തേക്ക് എത്തിയത്. ആ ആനകളാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും.